ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടക്കൽ സംഗീത് തിയേറ്ററിൽ കൽക്കി മൂവിയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് സോഷ്യൽ റിവ്യൂ നോക്കാം. പടം കാണാൻ വന്നതാണ്. നല്ല പടം എന്നാണ് തോന്നണത്. ദുൽഖറുണ്ട് എന്നൊക്കെ പറഞ്ഞത്. ഒരു പടം എങ്ങനെ ഉണ്ടായിരുന്നു? കാണാൻ നല്ല പടം, നല്ല പടം മനസ്സിലാക്കാനുണ്ട്. ഏട്ടാ, പടം എങ്ങനെ ഉണ്ടായിരുന്നു? പ്രഭാസിന്റെ അഭിനയൊക്കെ പടം എങ്ങനെയുണ്ട്? നല്ല പടം, ഉഷാറായി. പടം സൂപ്പർ പടം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ബ്രോ, പടം എങ്ങനെയുണ്ട്? ഉഷാർ പടം. ബ്രോ, പടം എങ്ങനെയുണ്ട്? പ്രഭാസിന്റെ അഭിനയൊക്കെ. ദുൽഖറോ? ബ്രോ, പടം എങ്ങനെയുണ്ട്? ദുൽഖറിന്റെ റോളൊക്കെ. ബ്രോ, പടം എങ്ങനെയുണ്ട്? അടിപൊളി പടം. ദുൽഖറിന്റെ റോളൊക്കെ. ചേച്ചി, പടം എങ്ങനെയുണ്ട്? നല്ല പടം. ദുൽഖറിന്റെ റോളൊക്കെ. നമ്മളെ മലയാളത്തിലെ അന്നപ്പെന്നുമിലൊക്കെ ശോഭന. അടിപൊളി പടം. പടം എങ്ങനെയുണ്ട്? ബ്രോ, പടം എങ്ങനെയുണ്ട്? അടിപൊളി പടം. പടം എങ്ങനെയുണ്ട്? ഡീക്യുവിന്റെ റോളൊക്കെ ചെറിയ റോളുള്ളൂ. അന്നപ്പെന്ന് കുറച്ച് റോളുണ്ട്. ഓക്കെ ബ്രോ, പടം എങ്ങനെയുണ്ട്? അടിപൊളി. ഡീക്യുവിന്റെ റോളൊക്കെ. ശോഭന ചേച്ചി ഒന്നും പറയില്ല, അടിപൊളി. ഈ ഒരു ജേണർ എന്താ പറയാ, ഇതില് മലയാളത്തിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോ? നല്ല പടം. ഒന്നും പറയാം. അഭിനയൊക്കെ അടിപൊളി പടം. ശോഭന ചേച്ചിന്റെ അഭിനയം. ഇത് മലയാളത്തിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോ? മഹാഭാരതം കണ്ടിട്ട് പോയാ നല്ല രീതി മനസ്സിലാക്കാം. അടിപൊളി പടം. വളരെ മോശം, നമ്മളെ പൈസ വെറുതെ പോയി. പടം അടിപൊളി പടം. പ്രഭാസിന്റെ റോളൊക്കെ. ചെറിയൊരു വേഷമുള്ള, പക്ഷെ അത് അടിപൊളി. പക്ഷെ ഈ ഒരു ജേണർ മലയാളത്തിൽ വർക്ക്ഔട്ട് പോകും. മലയാളത്തിൽ ചെറിയൊരു ഇതുണ്ട്, ലാഗ് ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. അടിപൊളിയാവും. ആക്ഷൻസ് ഒക്കെ. അമിതാഭ് ബച്ചന്റെ കമലഹാസന്റെ ആ ഒരു ലുക്ക് ലാസ്റ്റ് ആണ് അതിന്റെ ഒരു ലുക്ക് വന്നത്. പക്ഷെ അടുത്ത നെക്സ്റ്റ് പാർട്ടിലാണ് അതിന്റെ ബാക്കിയുള്ളത്. സെക്കൻഡ് പാർട്ട് ഉണ്ട്. അപ്പോ സെക്കൻഡ് പാർട്ട്